ലാലേട്ടാ നിങ്ങളിത് എന്നതാ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഇന്നലെ തുടരും സിനിമ കണ്ടിട്ട് വേണമല്ലോ റിവ്യൂ പറയാൻ. എന്താണ് കുറേ നാളിന് ശേഷം മോഹൻലാൽ എന്ന ആ വലിയ പ്രതിഭയെ വീണ്ടും മലയാളികൾക്ക് കിട്ടിയിരിക്കുകയാണ്. മലയാളിയുടെ സ്വന്തം ലാലേട്ടൻ എന്താണോ അതാണ് തരുൺമൂർത്തി ആ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തു പറയുന്ന ആ തനി നാടൻ ലാലേട്ടനെ വീണ്ടും കുറേ നാളിന് ശേഷം ഒന്ന് കാണാൻ കഴിഞ്ഞു. നല്ലൊരു സിനിമ, വലിയ പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സിനിമ. തരുൺമൂർത്തി മോഹൻലാലിനെ എങ്ങനെയാണോ അത് മലയാളികൾ കണ്ടിരുന്നത് അതിലും ഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു പഴയ ലാലേട്ടനെ എന്താ പറയുക, കുസൃതിയും കളിയും ചിരിയും ആ തോള് ചാരിയുള്ള ഒരു ആ പഴയ നാടൻ ലാലേട്ടനെയാണ് പ്രേക്ഷകരിലേക്ക് തരുൺമൂർത്തി എത്തിച്ചിരിക്കുന്നത്. ഒട്ടും ഒരു അഭംഗിക്കുറവില്ലാതെ അത്രയ്ക്ക് മികവോടുകൂടിയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് യാതൊന്നും പറയാനില്ല എന്നുള്ളതാണ്. നല്ലൊരു കഥ. അതിനപ്പുറം ലാലേട്ടൻ ശോഭന ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷനാണത്. അത് കുറേ നാളിന് ശേഷം കാണാൻ വന്നു. ഇത്രയേറെ പ്രായമായിട്ടും ആ പ്രായത്തിനൊത്ത രണ്ട് കഥാപാത്രങ്ങൾ നൽകിയ തരുൺമൂർത്തി അടിപൊളി. നിങ്ങൾ ഏതായാലും നമ്മുടെ ലാലേട്ടന് ഈ പറഞ്ഞോണം കോട്ട് സൂട്ടും ഒന്നും ചേരില്ല എന്നേ. ഈ റോബോട്ടിനെ പോലെ പല ആൾക്കാരും ലാലേട്ടനെ പലതരത്തിൽ അവരുടെ സാമ്പത്തിക നേട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് പല സ്ക്രീനുകൾ കൊണ്ടുവരുമ്പം ലാലേട്ടൻ എന്താണോ, മലയാള സിനിമ എന്താണോ അത് കൃത്യമായിട്ട് തരുൺമൂർത്തി അതിൻ്റെ ഒരു വേവ് എന്താണെന്നുള്ള മനസ്സിലാക്കി തന്നെയാണ് തുടരുമെന്ന സിനിമയിൽ ലാലേട്ടനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, കഥ എന്ന് പറയുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ കഥ തന്നെയാണ്. നിങ്ങളെല്ലാവരും കാണേണ്ടുന്ന ഒരു സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. നല്ലൊരു ഫാമിലി മൂവി, നല്ലൊരു ഫാമിലി ബോണ്ടിങ് മാത്രമല്ല സൗഹൃദത്തിൻ്റെയൊക്കെ കഥ പറയുന്ന ഒരു തനി ഗ്രാമത്തിൻ്റെ ഒരു കഥ തന്നെ പറയാം. ദൃശ്യം സിനിമയെ പോലെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടച്ചിങ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ശരിക്കും ആദ്യം ആ തുടരും സിനിമയിലൊക്കെ കാണിക്കുന്ന ലാലേട്ടൻ്റെ ഒരു പക്ഷേ ഈ പറഞ്ഞോണം അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ഇപ്പോഴത്തെ AI വെച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഫോട്ടോ എടുത്തേക്കുക. എന്നാൽ അതിൽ പോലും പഴയ ശോഭനയും മോഹൻലാലും തമ്മിലുള്ള പിക്ചറും കുടുംബത്തിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എഴുതി കാണിക്കുമ്പം ഉള്ളതിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ആ കുറേ പഴയ കാലത്തോട്ട് നമ്മളെ കൊണ്ടുപോയി. എന്നിട്ടാണ് പുതിയ ലാലേട്ടനിലേക്ക് വരുന്നത്. എന്താ പറയുക, തമാശകളും കളിയും ചിരിയും തగ్గടിക്കുകയൊക്കെ ചെയ്യുന്ന ലാലേട്ടനെ നമുക്ക് തുടരും സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഫാമിലി ബോണ്ടി, ഈ ഇരുവരും തമ്മിലുള്ള പ്രണയമാണെങ്കിലും ഭാര്യ ഭർത്തൃ ഒരു ബന്ധമാണെങ്കിൽ അത് വളരെ ഗംഭീരമായിട്ട് ശോഭന ചേച്ചി അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ശോഭന എന്ന നടിയെ കുറേ നാളിന് ശേഷം നല്ലൊരു സ്ക്രീൻ പ്രസൻസിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പണ്ടേ നമുക്ക് ഇരുവരുടെ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ പ്രായമാകും തോറും അവരുടെ ശാരീരികമായിട്ടുള്ള കാഴ്ചകളും ഇതൊക്കെ മാറും. പക്ഷേ ആ ഒരു ഫീച്ചേഴ്സൊക്കെ മാറുമെന്നുണ്ടെങ്കിലും അവർക്ക് ആപ്റ്റായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ തന്നെയാണ് തുടരും സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള വില്ലൻ കഥാപാത്രത്തിനെയാണ്. വില്ലൻ കഥാപാത്രത്തിന് അതിൻ്റെ ആളുടെ പേര് ഇതായിരുന്നു. SI ആയിട്ട് അഭിനയിച്ചത് ബെന്നിസി കുര്യനാണ്. ബിനു പാപ്പു, അത് നമ്മുടെ പപ്പു ചേട്ടൻ്റെ മകനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പ്രകാശ് വർമ്മയായിട്ട് CI പ്രകാശ് വർമ്മയായിട്ട് അഭിനയിച്ച അതിനകത്തെ പേര് ജോർജ് മാത്തൻ എന്നുള്ളതാണ്. എൻ്റെ പൊന്നു, അടിപൊളി വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു അടിപൊളി വില്ലൻ. സത്യം പറഞ്ഞാൽ ഒരു വില്ലൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ടത് ആൾ കാണിച്ചു തന്നിട്ടുണ്ട്. മോഹൻലാലിന് ആപ്റ്റായിട്ടുള്ളൊരു വില്ലൻ എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ടാണ് ആ ഒരു വില്ലൻ കഥാപാത്രം അദ്ദേഹം കൈകാര്യം ചെയ്തത്. അതേപോലെ തന്നെ ശോഭനയുടെ പേര് അതിൽ ലളിത എന്നാണ്. മോഹൻലാൽ ഷൺമുഖം എന്നും ബെൻസ് എന്നും ഷൺമുഖം എന്നും രണ്ട് പേരിൽ അറിയപ്പെടുന്നു. പണ്ട് ഈ പറഞ്ഞോണം അതിനകത്ത്
സ്റ്റണ്ട് മാസ്റ്ററായിരുന്ന ഒരു കാലത്ത് സ്റ്റണ്ട് മാസ്റ്ററായിരുന്ന ആളുടെ ഒരു ശിഷ്യനായിട്ട് ഒരു കാലത്ത് സിനിമ മേഖലയിൽ നിൽക്കുകയും പിന്നീട് കുടുംബമായിട്ട് വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടാക്സി ഡ്രൈവർ. അതിൽ പ്രധാനപ്പെട്ടത് ആ അംബാസഡർ കാറിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അംബാസഡറിനെ ഏറ്റവും അധികം ആ കാറുമായിട്ട് ഈ സ്റ്റണ്ട് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഗുരു നൽകിയ കാറാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനപ്പുറം ഒരു ആത്മബന്ധമുള്ള ഒരു കാറ് നഷ്ടപ്പെടും എന്ന് ഓർത്ത് അതിൻ്റെ പുറകെ നടക്കുന്നതും പക്ഷെ അത് മകൻ്റെ കൊലപാതകത്തിലേക്കൊക്കെ പോകുന്നതുമായിട്ടുള്ള വലിയ സസ്പെൻസ് ത്രില്ലർ കഥ തന്നെയാണ്. ഒരു മകൻ്റെ എന്താ പറയുന്നത്, ഞാനത് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയി കണ്ടോളൂ. ഞാനങ്ങ് പറഞ്ഞു പോകും. ഇന്നാളത്തെ റിവ്യൂ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും അതിനകത്ത് കമൻറ്റുകളൊക്കെ ഇട്ടേക്കുന്ന കണ്ടു, പറയലേക്കുള്ളൂ പറയലേന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പിതാവ്, ഒരു ഭർത്താവ്, ഒരു ഗൃഹനാഥൻ, ആ കുടുംബം നഷ്ടപ്പെടും എന്നോർത്തുള്ള ഒരു വേദനയിൽ എന്തൊക്കെയാണോ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് അതൊക്കെയാണ് ഇതിനകത്തൂടെ കാണിക്കുന്നത്. കുടുംബത്തിൻ്റെ നഷ്ടം അത് തൻ്റെ പ്രതികാരത്തിലൂടെ നികത്തുകയൊക്കെ ചെയ്യുകയാണ് ഷൺമുഖം ചെയ്യുന്നത്. മാത്രമല്ല അംബാസിഡർ കാറാണ് അതിലൊരു പ്രധാന കഥാപാത്രം എന്ന് തന്നെ പറയാം, ആ ഒരു അംബാസഡർ കാറൊക്കെ. അപ്പോൾ അതുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും രസകരമായിട്ടുള്ള നിമിഷങ്ങളും മകനുമായിട്ടുള്ള മണിയൻപിള്ള രാജുണ്ട്, അവരൊക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളും മുഹൂർത്തങ്ങളൊക്കെ അതിനകത്തുണ്ട്. മാത്രമല്ല തനി മോഹൻലാൽ എന്താണെന്നുള്ളത്, ലാലേട്ടൻ എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ബിനു പപ്പു പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് മോഹൻലാൽ മകനാണ് മരിച്ചതെന്ന് അറിയുമ്പം ആരെ അറിയിക്കാതെ ഈ ബാത്റൂമിൽ വന്ന് കരയുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ ഈ വാട്ടർ ഒക്കെ തുറന്നു വിട്ടിട്ട് തുറന്നു വിട്ടിട്ട് അവിടെ വാവിട്ടിങ്ങനെ ബാത്റൂമിൽ ആ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ കരഞ്ഞിട്ടങ്ങ് വീഴും. ശരിക്കും അത് ഒരിക്കലും തരുൺമൂർത്തി പറഞ്ഞിട്ടത് വീഴുന്നതല്ല, അതിനായിട്ട് ആപ്റ്റായിട്ട് അങ്ങ് വീണു. അപ്പോൾ ഇനി വീണതാണ്. അവർ കട്ട് പറയാൻ തുടങ്ങിയപ്പം പിന്നെ വേണ്ടാന്ന് അവർ ആ ഒരു സെക്കൻഡ് അവർ മാറ്റിയത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് കിട്ടിയത്. ശരിക്കും മോഹൻലാൽ അതിനകത്തോട്ട് ഇൻവോൾവ് ആയി ഓവറായിട്ട് അത് അഭിനയിക്കണം. ആ സീനൊക്കെ നമ്മളും അങ്ങ് വീഴുന്ന പോലെ തന്നെ നമുക്ക് അങ്ങ് അതുപോലെ ഫീൽ ചെയ്യും. അവരും അങ്ങനെ തന്നെയാണ് ഒറിജിനലായിട്ട് അത് എടുത്തപ്പോഴും വീണു എന്ന് തന്നെയാണ് അവർ വിചാരിച്ചത്. പക്ഷെ വീണതെല്ലാം ലാലേട്ടൻ അത് കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സെറ്റ് അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയുന്ന ലാലേട്ടൻ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടക്കുമ്പോൾ പക്ഷേ ടേക്ക് പറയുമ്പോൾ അദ്ദേഹം വേറൊരു കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രവുമായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ലാലേട്ടനെ അതല്ല കാണുന്നത്. എത്ര ടേക്ക് ഇത്രയും സീനിയർ ആയിട്ടുള്ള വ്യക്തി അവർ പറഞ്ഞാൽ അവർ പലപ്പോഴും ഈ പറഞ്ഞോണം സ്ക്രീനിൽ ഈ പറയുന്നോണം ബ്ലറാവി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാരണം രണ്ടാമത് ടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ലാലേട്ടന് ടേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. ആദ്യത്തെ ഇതിൽ തന്നെ ലാലേട്ടൻ ഓക്കെയാണ്. എന്നാലും വീണ്ടും ചോദിക്കും ഒന്നുകൂടി എടുക്കണം. അത്രയും പെർഫെക്ഷനിസ്റ്റ് തന്നെയാണ് ലാലേട്ടൻ. എന്തുമാത്രം അത് ചെയ്യാമോ അത്രമാത്രം ആ ഒരു കഥാപാത്രത്തിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ എത്രയും നീറ്റാക്കാൻ ക്ലീൻ ആക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് തരുൺമൂർത്തിയൊക്കെ പറയുന്നത്. അപ്പോൾ മാത്രമല്ല അദ്ദേഹം ഒരു ഡയറക്ടറാണ്. ഇത്രയും എത്രയോ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ലാലിനുണ്ട്. അപ്പോൾ ഇവരെക്കാളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഒരു കഥാപാത്രത്തിനെ പറ്റി പറയുമ്പോൾ ഇവർ പറയാത്ത കൂടി അഡീഷണൽ ഇട്ട് അദ്ദേഹം ചെയ്ത് അതിൻ്റെ മികവോട് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ പഴയ ലാല് ഞാൻ പെട്ടെന്ന് ഓർത്തത് പഴയ കുറേ സിനിമകളാണ്. മറ്റേ കിരീടത്തിലൊക്കെ ലാല് കരയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളുണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ലാലേട്ടനിലൂടെ മിന്നി മറിഞ്ഞു പോകുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഫേസൊക്കെ ആ ഒരു പഴയ ലാലേട്ടനായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് പല സിനിമകൾക്കൊക്കെ വേണ്ടി ഓഡിയൻസ് സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം മോഹം ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അതെല്ലാം മാറി വരുന്നു. നമ്മുടെ പഴയ ലുക്കില്ല നാടൻ ലാലേട്ടനായിട്ട് തന്നെ വരുന്നത്. നല്ല മികച്ച ഒരു സിനിമ, മേക്കിംഗ് അടിപൊളിയാണ്. അതിൻ്റെ സോങ് കൺമണിപ്പൂവേ എന്നൊക്കെ പറഞ്ഞാൽ ആ സോങ് നല്ല അടിപൊളി പാട്ടാണ്. കുട്ടികളൊക്കെ പാടിക്കും. തിയേറ്ററിൽ പോലും ഭയങ്കര കയ്യടിയായിരുന്നു. തിയേറ്റർ ഞാൻ 2 ദിവസമായിട്ട് ടിക്കറ്റ് നോക്കുന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് എങ്ങും കിട്ടാനില്ലായിരുന്നു. അത്രയ്ക്ക് ഒരു പ്രൊമോഷൻ ഇല്ലാണ്ട് വലിയ പ്രൗഢിയൊന്നും കൊടുക്കാണ്ട് തന്നെ സിനിമ
ആളുകൾ ഓറൽ പ്രൊമോഷനിലൂടെ തന്നെ പറഞ്ഞ് ഇത് ഓടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നല്ലൊരു കഥ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കഥ. ഏതായാലും പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. സിനിമയിൽ സോങ് പ്രധാനപ്പെട്ട നല്ല അടിപൊളി പാട്ടുകളാണ്. അതിലെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, മേക്കിങ്, ആ ഒരു പ്രൊഡക്ഷൻ, എഡിറ്റിങ് എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാം. ആ എഡിറ്റിങ്ങിൽ പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനകത്ത് ഉരുൾപൊട്ടി വീഴുന്നത്. ശരിക്കും അതൊരു സ്റ്റുഡിയോ, ഗോകുലത്തിൻ്റെ ഏതോ ഒരു സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചതാണ്. അത്തരത്തിൽ ആ മണ്ണ് വന്ന് വീഴുന്നതൊക്കെ അത്രയും എഫക്റ്റ് എടുത്തു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ടത് ഇതിനകത്ത് രഞ്ജിത്താണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ളത്. അപ്പോൾ ചിപ്പിയൊക്കെ നമുക്കറിയാം, ഇത്രയും വലിയൊരു നിർമ്മാതാവാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോയി. ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ചിപ്പി ചേച്ചിക്ക് എപ്പോഴും എന്താണ് ഭയങ്കര സാധാരണ വ്യക്തികളെ പോലെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. അല്ലാതെ വലിയ നിർമ്മാതാവിൻ്റെ ഘനഗാംഭീര്യത്തോടൊന്നും അവർ സംസാരിക്കാറില്ല. അവരും ഈ പറഞ്ഞോണം അതിനകത്ത് പറയുന്ന രഞ്ജിത്ത് എല്ലാ കാര്യത്തിനും, തരുൺമൂർത്തി പറഞ്ഞത് എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം പുള്ളിക്കും അറിയാലോ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതി എടുക്കണം. അപ്പം എല്ലാ കാര്യത്തിനും വിട്ടുകൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇത്രയും പക്ഷെ നല്ലൊരു ബഡ്ജറ്റ് സിനിമ തന്നെയാണ്. നമ്മൾ കാണുമ്പോൾ നല്ലൊരു ബഡ്ജറ്റ് സിനിമ തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ധൈര്യമായിട്ട് പോയി കാണാം. നിങ്ങളുടെ കൊടുക്കുന്ന പൈസ എന്തായാലും മുതലാക്കാം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ വരുന്നത് കാണാൻ വേണ്ടി ഇരിക്കേണ്ട. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മോഹൻലാലിനെ ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണുക, അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കാണുക എന്ന് പറയുന്നത് അതൊരു അടിപൊളി കിട്ടു തന്നെയാണ്. എല്ലാവർക്കും എന്തായാലും ധൈര്യമായിട്ട് കാണാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പഴയ ലാലേട്ടനെ വീണ്ടും കണ്ടതിലുള്ള ഒരു സന്തോഷമാണ് എനിക്ക്.